പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ഈവനിംഗ്. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. രാജ്യസഭയിൽ ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ US വ്യാപാര കരാറിലെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ പൊതുവെ പരാമർശിച്ച് മാത്രം രാജ്യസഭയിൽ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്നു. 9 വികസിത രാജ്യങ്ങളുമായി കരാറിലെത്തിയ ഇന്ത്യ വികസനത്തിന്റെ പാതയിലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോക വിപണി ഇന്ത്യക്ക് മുന്നിൽ തുറക്കുകയാണ്. എല്ലാ വിഭാഗത്തെയും ചേർത്തു നിർത്തി മുന്നോട്ട് പോകുമെന്നും പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. अनेक देशों के साथ आज भारत फ्यूचर रेडी ट्रेड डील्स कर रहा है. पिछले कुछ ही समय में दुनिया के महत्वपूर्ण 9 बड़े देशों के साथ 9 बड़े हमारे ट्रेड डील हुए और उसमें मदर ऑफ ऑल डील एक साथ 27 देशों के साथ, यूरोपियन यूनियन के साथ. പ്രസംഗത്തിൽ യൂറോപ്യൻ യൂണിയൻ കരാറും മോദി പരാമർശിച്ചു. അതേസമയം മോദിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സഭയിൽ ഉണ്ടായത്. എഴുന്നേറ്റ് നിന്നും പ്രതിഷേധിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രായത്തെ ചൊല്ലി മോദി പരിഹസിച്ചു. പ്രതിപക്ഷം പ്രതിഷേധിച്ച് തളർന്നെന്നും മോദി പരിഹസിച്ചു. मेरी एक प्रार्थना है, आदरणीय खड़गे जी की उम्र देखते हुए वो बैठ करके भी नारे बोल सकते हैं तो अच्छा होगा, ताकि उनको कष्ट न हो. पीछे नौजवान बहुत लोग हैं, तो खड़गे जी को आप बैठते बैठते भी when you are speaking they are listening, you are नारे बोलने की अनुमति दे दीजिए. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേർന്നുണ്ട്. ആസിഫ്, ഗുഡ് ഈവനിംഗ്. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി കത്ത്. ഇതിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ പ്രതിപക്ഷത്തിന് വിമർശനമാണ്. പിന്നീട് പല ചോദ്യങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയൻ കരാർ തൊട്ട് ഏറ്റവും ഒടുവിലെ ഇന്ത്യ US ട്രേഡ് ഡീൽ വരെ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടിയാകുന്നുണ്ടോ ആസിഫ്? ഇപ്പോഴും പ്രസ്താവന തുടരുകയാണല്ലോ. തീർച്ചയായും ഇപ്പോഴും പ്രസ്താവന തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മണിയോടുകൂടി തന്നെ രാജ്യസഭയിലെത്തി മോദി പ്രസംഗം ആരംഭിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ച വേള മുതൽ തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വേച്ഛാധിപത്യം അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ സമയത്ത് പ്രതിപക്ഷം നിരയിലേക്ക് നോക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്രകാരം ഖാർഗെയോട് പ്രായം നോക്കണം, അവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷം അല്പസമയം കൂടി പ്രതിപക്ഷം ആ പ്രതിഷേധം നീണ്ടുനിന്നു. അതിനുശേഷം പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. പ്രധാനമായും വികസനത്തിൽ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് രാജ്യത്ത് NDA സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സംസാരം മുന്നോട്ട് പോയത്. അതോടൊപ്പം EU ഇന്ത്യ വ്യാപാര കരാർ, അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇതിനെ സൂചിപ്പിച്ചു പോയി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആ കരാറിലെ വിശദാംശങ്ങളോ മറ്റോ കൂടുതലായി വ്യക്തമാക്കാൻ തയ്യാറായില്ല. ഇന്ത്യ US വ്യാപാര കരാർ അത് യുവാക്കൾക്കടക്കം വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്തത്. കരാറിലെ വിശദാംശങ്ങൾ അടക്കം പുറത്തുവിടണം, അത് പ്രധാനമന്ത്രി സഭയിൽ വ്യക്തമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഘട്ടം വരെ ആ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനോ അത് ഏതൊക്കെ തരത്തിലാണ് ആ കരാറിലെ നിബന്ധനകളെന്നോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും വ്യക്തമാക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അതേസമയം രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഗുണകരമാകുന്ന തരത്തിലുള്ള ഡീലാണ് ഇത് സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളത്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 9 വൻകിട രാജ്യങ്ങളുമായി രാജ്യത്തിന് കരാർ ഒപ്പിടാൻ കഴിഞ്ഞു, വ്യാപാര കരാറിൽ ഒപ്പിടാൻ കഴിഞ്ഞു. ലോകം ഇന്ത്യയെ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ലോകം ഇന്ത്യക്ക് മുമ്പിൽ വിപണി തുറന്നിടുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഏതായാലും മുന്നോട്ട് പോയത്. ഇന്ത്യ വളർച്ചയിൽ
പിന്നോട്ടടിയുടെ പാതയിലാണ്, നാണയപ്പെരുപ്പം കുറവാണ്. അങ്ങനെ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രസംഗം മുന്നോട്ട് പോവുകയും അതോടൊപ്പം കോൺഗ്രസിനും പ്രതിപക്ഷ നിരയ്ക്കും വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നതിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അത് കോൺഗ്രസ് ഈ രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് നെഹ്റുവിന്റെ കാര്യം എടുത്തു പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ കാര്യം എടുത്തു പറഞ്ഞു, അതോടൊപ്പം രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് യുവരാജാവ് എന്ന് രാഹുലിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ രാഹുലിന് അഹങ്കാരമാണ് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും വലിയ രീതിയിൽ വിമർശിച്ചു. മമതാ ബാനർജിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നു, ആം ആദ്മി പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നു. ആ രീതിയിലാണ് പിന്നീട് ആ പ്രസംഗം മുന്നോട്ട് പോയത്. NDA സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്ന പദ്ധതികളടക്കം എടുത്തു പറയുകയും അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ കടന്നാക്രമിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഏതായാലും മുന്നോട്ട് പോയത്. യൂറോപ്യൻ യൂണിയൻ കരാർ എടുത്തു പറഞ്ഞ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയ സമയത്ത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ല. പിന്നീട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടരുന്നതിലേക്ക് കാര്യങ്ങളെത്തി. വികസിത രാജ്യങ്ങളുമായി ധാരണ എത്തുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഇന്ത്യയുമായി ധാരണയെത്താൻ വ്യാപാര കരാറിലടക്കം ഏർപ്പെടാൻ മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് അത്രത്തോളം ഈ രാജ്യത്തെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി എടുത്ത് പറയുകയാണ്. രാജ്യത്തിന്റെ മിടുക്ക് ലോകം നോക്കിക്കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ UPയുടെ ഭരണകാലത്ത് അത്തരത്തിലല്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുന്നോട്ട് പോയത്. ഒരേ സമയം NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വികസന പദ്ധതികൾ എടുത്തു പറയുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിരയെ കടന്നാക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് ലോക്സഭയിലായിക്കോട്ടെ. ശരി, അപ്പോൾ NDA സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് നിലവിലെ ചോദ്യങ്ങൾക്കൊക്കെ പെരിഫറലായി ഒരു ഉത്തരം നൽകിക്കൊണ്ടുമായിരുന്നു രാജ്യസഭയിലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ഇപ്പോഴും പ്രസ്താവന തുടരുന്നതേയുള്ളൂ.